ഇനിയാണ് നമ്മുടെ പ്രസീത ചാലക്കുടി ഇവിടെ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്. ടെൻഷനും പരിഭവങ്ങളും പിണക്കങ്ങളും ഇല്ലാത്തവരായിട്ട് നമ്മളെ ഇടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? പക്ഷേ നമുക്കിനി അടുത്ത് വരുന്ന മണിക്കൂറുകൾ അതൊക്കെ മാറ്റിവെക്കാം അല്ലേ? ഇനിയുള്ള മണിക്കൂറുകൾ നമ്മളുടെ അടിച്ച് പൊളിക്കാനുള്ള മണിക്കൂറുകളാണ്. അതാണ് ഈ വേദിയിൽ നമ്മുടെ പ്രസീത ചാലക്കുടിയും സംഘവും ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ആ പെർഫോമൻസിലേക്ക് കിടക്കാം. അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ കൊട്ടുതാളങ്ങളും നാടോടി ആട്ടങ്ങളും അരങ്ങിലെത്തിക്കുന്നവർ ഞങ്ങൾ. പച്ച മനുഷ്യരുടെ വാമൊഴി വഴക്കങ്ങളും നാട്ടറിവുകളും വരും തലമുറയ്ക്ക് കരുതലോടെ പകർന്നു നൽകുന്നവർ ഞങ്ങൾ. മുടിയാട്ടക്കളങ്ങളിൽ കാലുറച്ചാടുന്ന പെൺകൂട്ടങ്ങൾ, കൈയടക്കവും കരവിരുതുമുള്ള നാടോടി കൈവേലക്കാർ, കുരുത്തോലയുടെ മർമ്മറിയുന്ന കുരുത്തോല പണിക്കാർ, കാരണവക്കുലങ്ങൾ, അങ്ങനെ പല വഴികളിലൂടെ നടന്നു നീങ്ങുന്ന ഒരു കൂട്ടം നാട്ടുമനുഷ്യർ വഴി നാലായി പിരിയാതെ കൈകോർത്തു കൂടുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തൃശ്ശൂർ പതി ഫോക്ക് അക്കാദമി ആധുനികമായ ആശയ സംവേദന രീതിയിലൂടെ ഇവിടെ ഞങ്ങൾ നാട്ടറിവ് പാട്ടുകളെയും നാട്ടുകലകളെയും നിങ്ങൾക്ക് മുൻപിൽ അവലംബിക്കുകയാണ്. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് നിങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു വാവ് ഇന്റർനാഷണൽ വുമൺ വീക്കിൻ്റെ ഭാഗമായി ഞങ്ങൾ തൃശ്ശൂർ പതി ഫോക്ക് അക്കാദമി നിങ്ങളിലേക്ക് പെയ്തിറങ്ങുകയാണ്. നാട്ടറിവ് ശൈലികളും നാട്ടുശൈലികളും ആധുനികമായ ആശയ സംവേദന രീതി നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവലംബിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആരംഭിക്കുന്നു. നാടൻ പാട്ടിൻ്റെ കൂട്ടുകാരി, ചാലക്കുടിയുടെ പെൺമണി പ്രസീത ചാലക്കുടി നയിക്കുന്ന തൃശ്ശൂർ പതി ഫോക്ക് അക്കാദമിയുടെ പകർന്നാട്ടം ഗോത്രകലാമേള ലൈറ്റ് ഓഫ്. പ്രിയപ്പെട്ടവരെ, ഏവർക്കും തൃശ്ശൂർ പതി ഫോക്ക് അക്കാദമിയുടെ പകർന്നാട്ടം ഗോത്രകലാമേളയിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. ഇന്ന് ഈ വേദിയിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകിയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ മുഴുവൻ സംഘാടകർക്കുമുള്ള നന്ദി ഞങ്ങൾ ആദ്യമേ രേഖപ്പെടുത്തി വെക്കട്ടെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും നൽകി നമ്മളെ സഹായിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ പ്രഗത്ഭരായ വ്യക്തികൾക്കുള്ള നന്ദിയും ഞങ്ങൾ ആദ്യമേ രേഖപ്പെടുത്തി വെക്കട്ടെ. അതിനേക്കാളൊക്കെ ഉപരി ഈ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള നന്ദിയും ഞങ്ങൾ ആദ്യമേ രേഖപ്പെടുത്തി വെക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തൃശ്ശൂർ പതി ഫോക്ക് അക്കാദമി നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും അക്രോബാറ്റിക് ഡാൻസും ഫയർ ഡാൻസും ഫ്യൂഷൻ ഡാൻസും മിമിക്സും ഗാനമേളയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആട്ടം 2021 എന്ന പരിപാടി ചെയ്യുന്ന സംഘമാണ്. അതിൽ നിന്നും നാടൻ പാട്ടിൻ്റെയും നാടൻ കലാരൂപങ്ങളുടെയും പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർവരമ്പുകളിൽ കിടക്കുന്ന അതിരൗദ്രമായ പാട്ടുകളെയും കലാരൂപങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു 1.5-2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പകർന്നാട്ടം ഗോത്രകലാമേളയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത്. ഇനി
ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ പരിചയപ്പെടുത്തുമ്പോൾ നല്ല ലേറ്റ് കിട്ടും. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർവരമ്പായ പെരുമ്പിലാവ് എന്ന പ്രദേശത്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. 10ാം ക്ലാസ് പോലും പാസ്സാവാത്തൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ. കാരണം അതുകൊണ്ട് ഈ പരിപാടി ഞാൻ നിങ്ങളുമായി സംവദിക്കുക നാടൻ ഭാഷയിൽ നാട്ടുവർത്തമാനം പറഞ്ഞിട്ടാണ്. കുഴപ്പമില്ലെങ്കിൽ എനിക്കൊരു കയ്യടി തന്നാൽ വളരെയധികം സന്തോഷമായി. കാരണം നമ്മളാരും 100ൽ 100 തികഞ്ഞ ആളുകളല്ല. നമുക്ക് നാവിൻ്റെ മുകളിൽ എരും പുളിയും കൂട്ടുന്ന ആൾക്കാരെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റും. തല്ലരുത്. ഇതൊക്കെ വെച്ച് ഓടിണ്ടാക്കൽ എളുപ്പമല്ല. അപ്പോൾ ആരംഭിക്കാം, തുടങ്ങട്ടെ. എൻ്റെ ഭാഷ തൃശ്ശൂർ ഭാഷയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുക. എന്തായാലും നിങ്ങളെ ഞാൻ തെറി പറയില്ല, തുറപ്പ്. അപ്പോൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, പതികളിൽ പാതിരാക്കളം വരച്ച് മുടിയാട്ടക്കളങ്ങളിൽ കൊട്ടിയും പാടി ആടിത്തിമിർത്ത നമ്മുടെ നാടിൻ്റെ വംശീയ സംഗീതമാണ് നാടൻ പാട്ടുകൾ. പണ്ടുകാലങ്ങളിൽ ജന്മിത്വത്തിനെതിരെ പണിയാളന്മാർ ശബ്ദമുയർത്തിയത് ഇത്തരം നാടൻ പാട്ടുകളിലൂടെയും നാടൻ കലാരൂപങ്ങളിലൂടെ. ഏതായാലും പതി ഫോക്ക് അക്കാദമിയുടെ പകർനാട്ടത്തിൻ്റെ ഈ വേദി 30 മുക്കോടി ദൈവങ്ങളെ തോറ്റുണർത്തി ഒരു തോറ്റം പാട്ടോടുകൂടി തന്നെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. മണ്ണ് തേടിയ വാഴവോ മാനം തേടിയോരൻ്റെ അമ്മാവന്മാര് ഇന്നലെ പെയ്ത മഴയ്ക്കിന്ന് ഗുരുത്തോരു തകരഞ്ഞ എന്നെ പറ്റ മണ്ണേ ഞാൻ വന്നു നിന്നവണ്ണെ എനിക്ക് വേണ്ടി ധനം തേടിയോരൻ്റെ അമ്മാവന്മാരെ ദിക്ക് തെളിയണോ ദേശം തെളിയണോ ദേശത്താശനം തെളിയണം മണ്ണ് തെളിയണം മായം തെളിയണം മാലൊഴിഞ്ഞീ മനം തെളിയണം ദിക്കും പൗനും തേടിക്കെട്ടിയോ എൻ്റെ അപ്പനപ്പൂപ്പന്മാര് കിഴക്കുതിച്ച് പടിഞ്ഞാറത്തവനെങ്കില് ഞാൻ വിളിക്കും വിളിപ്പുറത്ത് വന്ന് നിലകൊള്ളണേ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. ഞാനും മറന്നുപോയി എൻ്റെ നല്ല അച്ഛനഞ്ചല ചന്ദ്രകാസം പള്ളി വാള് തരിക വേണം. ചന്ദ്രകാസം ഇരിക്കുന്നിടത്ത് അനുകുലദേവി ഭദ്രകാളി ആയിരങ്ങൾ അശുദ്ധപ്പള്ളി മേതാളം കാവലതുണ്ട്. മുടിയോടെ മലയാളകളുടെ പൊന്നുമോളെ അവൻ കണ്ടാൽ തൊണ്ടാൽ തൊഴുവാതെ മേതാളം വിഴുങ്ങിയുള്ളൂ. കാതം വഴി നടന്നമ്മേ കാതാളപ്പെട്ടു പോയമ്മേ ദൂരം വഴി നടന്നമ്മേ ദൂതാളപ്പെട്ടു പോയമ്മേ ദിക്ക് തെളിയണം ദേശം തെളിയണം തറവാട്ടിക്കാർന്ന് ഒരു അടി വഴി തെളിക ഉണ്ണിക്കണ്ണും ചെങ്ങണ്ണും നാട്ടി വന്നാലും വീട്ടിൽ വരരുത്. എൻ്റെ അമ്മ ഭഗവതിയെ 30 മുക്കോടി ദൈവങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് നമ്മുടെ ദേവി. ആ ദേവിയെ കൂടി ഞങ്ങൾ ഈ വേദിയിൽ തോറ്റുകയാണ്. താലോം താലോം താലേ താലാലോം താലലം താലേ താലാം പൂലാലേ താലോം താലോം താലേ താലാം പൂലാലേ താലോം താലോം താലേ താലാലോം താലലം താലേ താലാം പൂലാലേ താലാം പൂലാലേ താലലം താലലം താലേ താലാം പൂലാലേ. ആടും ദേവികളെ ആടാടും ദേവികളെ ആടും ദേവിയോൾക്ക് എന്താഴക് താലോം താലോം താലേ താലാലോം താലലം താലേ താലാം പൂലാലേ താലാം പൂലാലേ താലലം താലലം താലേ താലാം പൂലാലേ. കാലിലെ കാൽച്ചിലമ്പ് കെട്ടിച്ചാടുമ്പോഴേ ആടും ദേവികൾക്ക് എന്തഴക് താലോം താലോം താലേ താലാലോം താലലം താലേ താലാം പൂലാലേ താലാം പൂലാലേ താലല താലലം താലേ താലാം പൂലാലേ. അരയിലെ അരമാളി കെട്ടി ചുറ്റാടുമ്പോഴേ ആടും ദേവികൾക്ക് എന്തഴക് താലോം താലോം താലേ താലാലോം താലല താലേ താലാം പൂലാലേ താലാം പൂലാലേ താലല താലലം താലേ താലാം പൂലാലേ. ആടും ദേവികളെ ആടാടും ദേവികളെ ആടും ദേവികൾക്ക് എന്തഴക് താലോം
താലം താലേ താലാലം താലലം താലം താലാമ്പൂലാലേ താലാമ്പൂലാലേ താലല താലലം താലേ താലാമ്പൂലാലേ താലം താലം താലേ താലാലം താലലം താലേ താലപൂലാലേ താലപൂലാലേ താലല താലലം താലേ താലാമ്പൂലാലേ താലല താലലം താലേ താലാമ്പൂലാലേ താലല താലലം താലേ താലാമ്പൂലാലേ താലല താലലം താലേ താലാമ്പൂലാലേ. ഞങ്ങൾ പതിഫോക്ക് അക്കാദമി ഈ തിരുവനന്തപുരത്തുകാരുടെ മുൻപിൽ തൃശ്ശൂർക്കാർ കാസർഗോഡൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്ക് മുൻപിൽ ചിലപ്പോൾ തീരെ പരിചിതമല്ലാത്ത നാടൻ പാട്ടുകൾ പാടിയെന്നിരിക്കും. നിങ്ങൾ എപ്പോഴും കേട്ട് കേട്ട് കാതുകൾ തഴമ്പിച്ച പാട്ടുകൾ പാടിയെന്നിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ പാടിത്തരാം, അറിയാവുന്നതാണെങ്കിൽ മാത്രം. അപ്പം എന്തായാലും ഞങ്ങൾ വള്ളുവനാട്ടിലെ ഒരു മരം കുട്ടിപ്പാട്ടുമായി നിങ്ങൾക്ക് മുൻപിൽ വരികയാണ്. സുനിൽ തൊഴിയൂർ. താലാലം താലാലേ പൂലാലം പൂലാലേ താലാലം താലാലേ പൂലാലം പൂലാലേ താലാലം താലാലേ പൂലാലം പൂലാലേ താലാലം താലാലേ പൂലാലം പൂലാലേ തെക്കേലെ കുഞ്ഞാങ്ങളെ ചാഞ്ഞ മുടിക്കാരാ ഇക്കൊരു വീലിക്കോട കുഞ്ഞാളെ കെട്ടിച്ചു കൊണ്ടുവരണോ. തെക്കേലെ ചക്കരവട്ട് പോലെ കുഞ്ഞാളെ കണ്ണാടി കെട്ടണട്ടാ ചെറുപ്പ് വല്ല് പോലെ കുഞ്ഞാളെ അല കുഴിയണട്ടാ. അന്തോടെ മൂന്തോടെ കുഞ്ഞാളെ നേരത്തും കാലത്തോ തമ്പിരം പടികലൊക്കെ കുഞ്ഞാളെ കെട്ടിച്ചു കൊണ്ടുവരണോ. തമ്പിരം പടിക്കല്ലേ കുഞ്ഞാളെ എന്നെ കണ്ടില്ലെങ്കിൽ കള്ളൊടി കുഞ്ചാപ്പിലേക്ക് കുഞ്ഞാളെ കെട്ടിച്ചു കൊണ്ടുവരണോ. കുപ്പിലെ കള്ളുണ്ടടാ കുഞ്ഞാളെ കരുവെട്ടിലവളുണ്ടടാ കുഞ്ഞാള പോകണ്ടടാ കുഞ്ഞാളെ മറ്റുന്ന കുഞ്ഞാളെ. താലാലം താലാലേ
എവിടേക്ക് ഇറങ്ങിയാലും നല്ല ലേറ്റ് കിട്ടും. മണിച്ചേട്ടൻ പറയണ പോലെ നല്ല കളറുള്ള കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കുക. പാട്ട് പാടാൻ നല്ല ആഗ്രഹമില്ല, ഇല്ല, കഥക്കുന്നുണ്ടില്ല. നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് പാടുക. നിങ്ങളെന്താ അങ്ങനെ ഒന്ന് കൈയടിച്ചു കൂടെ? 1 2 3 സ്റ്റാർട്ട്. നമ്മളെവിടെയും മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഈ വയറൊക്കെ വെച്ച് ചാടിയിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലേ? ഒരു കാര്യമില്ല, ശ്വാസം തന്നെ കിട്ടണില്ല. നിങ്ങൾക്ക് ആവശ്യതൊന്നുമല്ല എന്ന് മനസ്സിലായി. ഞാൻ സ്വാഗതം ചെയ്യുന്നു നാടൻപാട്ടിന്റെ കൂട്ടുകാരി, ചാലക്കുടിയുടെ പെൺമണി പ്രസീത ചാലക്കുടി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൈ പൊക്കിയിട്ടൊരു കൈയടി തന്നെ, എല്ലാവരും ചേർന്ന് കൈ പൊക്കിയിട്ടൊരു കൈയടി തന്നെ. അർമാദിച്ചു തുടങ്ങിയില്ലേ? എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറയാണ്. പ്രത്യേകിച്ചും വൗ വിമൺ എന്ന് പറയുന്ന വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും, പേരെടുത്ത് ആരും പറയണില്ല കേട്ടാ, എല്ലാ സംഘാടകർക്കും വാരിപ്പിടിച്ചുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഞങ്ങളെ പെണ്ണുങ്ങളെ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ നന്നായി ഒന്ന് ഓർക്കണ്ടല്ലോ. ഞങ്ങൾ പെണ്ണുങ്ങളെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസം 8-ാം തീയതി. പക്ഷേ പെണ്ണ് ഒരു ദിവസം മാത്രമല്ല ആദരിക്കപ്പെടേണ്ടതെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് വൗ വിമൺ എന്ന് പറയുന്ന ഈ വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഇനി പാട്ടിലേക്ക് പോവാണ്. ഞാനൊരു ചാലക്കുടിക്കാരിയാണ്, അതുകൊണ്ട് തന്നെ ശ്രീ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഞങ്ങളെപ്പോലുള്ളവർ ഇന്ന് അന്നം മുട്ടാതെ ജീവിക്കുന്നതിന് വലിയൊരു വഴികാട്ടിയായിട്ടുള്ള മണിച്ചേട്ടൻ്റെ പാട്ടിലേക്ക് പോവാം. പോണേല് മുമ്പായിട്ട് ഇവിടെ സുന്ദരികളായിട്ടുള്ളവർ മാത്രം ഒന്ന് കൈയടിച്ച്, സുന്ദരികളൊന്ന് കൈപ്പൊക്കെ. സുന്ദരികൾ വന്നിട്ടില്ലേ ഇവിടെ? സുന്ദരികൾ കൈപ്പൊക്കിയ. അയ്യോ, നമ്മളെല്ലാവരും സുന്ദരികളല്ലേ? എല്ലാവരും ഒന്ന് കൈപ്പൊക്കിയ. സുന്ദരികളൊക്കെ കൈപ്പൊക്കിയ. ഇല്ലയെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാൽ കാണാട്ടാ. അവർക്കുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. ബാലേട്ടൻ മോളല്ലടി എന്നുള്ള പാട്ടാണ് കേട്ടാ. കൂടെ പാടി തുടങ്ങാം. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൻ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. പോവാം. ബാലട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, 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 നറുനെല്ലിൻ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൻ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി, ബാലട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൻ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൻ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. പാവാട പ്രായത്തില് നമ്മളന്ത പാവയ്ക്കത്തോട്ടത്തിലോ, പാവാട പ്രായത്തില് നമ്മളന്ത പാവയ്ക്കത്തോട്ടത്തിലോ, കണ്ണൻ ചിരട്ടയില് നമ്മളന്ന മണ്ണപ്പൻ ചുട്ടതല്ലേ, കണ്ണൻ ചിരട്ടയില് നമ്മളന്ന മണ്ണപ്പൻ ചുട്ടതല്ലേ, ബാലട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൻ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൻ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി, മഞ്ഞക്കുറി വരച്ച് താളം തുള്ളി നടന്നവളാ, മഞ്ഞക്കുറി വരച്ച്
ചന്താടി നിറനെല്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. ഇവിടെ കുറെ ഡാൻസേഴ്സ് വന്നിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് നമ്മുടെ രജിത പറയണ്ടായി. ആ ഡാൻസേഴ്സ് എവിടെ? എൻ്റെ മക്കളെ, നിങ്ങൾ അങ്ങനെ നിൽക്കണം കണ്ടിട്ട് എനിക്ക് ഇവിടെ അടിപൊളി പാട്ട് പാടാതെ പറ്റണില്ല കേട്ടാ. പോയാലോ? ജില്ല പാട്ടിലേക്ക് പോയാലോ? നമുക്ക് പോവല്ലേ? റെഡി? ഒന്ന് കോറസ് പാടി. പാടി 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 എല്ലാരും കൂടി പാടിട്ടാ. ഒരാളും മസിൽ പിടിക്കട്ടെ. ചേട്ടരെ മസിലൊക്കെ വിട്ടേ. ഹോദിത്തിത്താരാദിത്തിത്തേ ഉള്ളീന്ന് പോരട്ടെ, ഉള്ളീന്ന് ഇങ്ങോട്ട് പോരട്ടെ. ഹോദിത്തിത്താരാദിത്തിത്തേ അതന്നെ അങ്ങനെ പാടിയിട്ട് നമുക്ക് പോയാലോ? തെയ്യോത്തനെന്തിനോ തെയ്യന്താരാ ഞാനും എൻ്റെ അളിയനും കൂടി എന്നുള്ള പാട്ടിലേക്ക്. ഓക്കെ, റെഡി? നോക്കിയിരിക്കല്ലേ, അങ്ങോട്ട് കൈ അടിച്ചേ. അയ്യോ തിനന്തിനോ തെയ്യം താരാ തകതയ്യോ തിനന്തിനോ തെയ്യം താരാ തെയ്യോ തിനന്തിനോ തെയ്യം താരാ തകതയ്യോ തിനന്തിനോ തെയ്യം താരാ. ഞാനും അളിയനും കൂടെ തൊട്ടുവരമ്പെ പോകുമ്പോ തൊട്ടു വരമ്പത്തൊരു ചക്കത്തുണ്ടാ. തെയ്യോ തിനന്തിനോ തെയ്യം താരാ തകതയ്യോ തിനന്തിനോ തെയ്യം താരാ. ആ ചക്കത്തുണ്ടം നെയ്യില് മുക്കി വറുത്തറുത്തു തിന്നുമ്പോ വെള്ളക്കാത്ത പാറ്റ പോലെ എൻ്റെ മോദം വന്നേ. അയ്യോ തിനന്തിനോ തെയ്യം താരാ തകതയ്യോ തിനന്തിനോ തെയ്യം താരാ. ഓദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ. എന്തൊരിപ്പത് തട്ടത്ത കുട്ടിയെ കഞ്ചൂടിയ. എവിടെ ഞാൻ? ചേട്ടനെക്കാട്ടിയും വലിയോനാണ് കൂട്ടാട്ടാരൻ കുഞ്ഞൈപ്പൻ. ചേട്ടനെ ഞാൻ കൊണ്ടോട്ടെ ചാലക്കുടിക്ക്. അയ്യോ തിനന്തിനോ തെയ്യം താരാ തകതയ്യോ തിനന്തിനോ തെയ്യം താരാ. ഈ ചേട്ടനെക്കാട്ടിയും വലിയോനാണ് കൂട്ടാട്ടാരൻ കുഞ്ഞൈപ്പൻ. ചേട്ടനെ ഞാൻ കൊണ്ടോട്ടെ ചാലക്കുടിക്ക്. അയ്യോ തിനന്തിനോ തെയ്യം താരാ തകതയ്യോ തിനന്തിനോ തെയ്യം താരാ. ഓദിത്തി താരാദിത്തിത്തേ ആദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ. ആ ബ്രോസ് താത്താ അണ്ണാനും ഡളിയനും കൂടെ തൊട്ടുവരമ്പേ പോകുമ്പോ തൊട്ടു വരമ്പത്തൊരു ചേന തണ്ട. അയ്യോ തിനന്തിനോ ആ ചേന തണ്ട ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്തു വന്നപ്പോ മുളവടി പോലൊരു ചെറുപടി കൊണ്ട് എൻ്റെ അമ്മോദം വന്നേ. അയ്യോ തിനന്തിനോ. ഈ കുട്ടികൾക്ക് ഒരു കയ്യടി കൊണ്ടേ. ഓദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ ഓദിത്തി താരാദിത്തിത്തേ. ഈ മൊട്ട തലയന്മാർക്ക് ഒരു കയ്യടി കൊടുത്ത് എല്ലാവരും കൂടിയിട്ട്. എൻ്റെ പൊന്നെ എന്തറമാതിക്കല്ലത്. നിങ്ങൾ മിണ്ടാണ്ട് കേട്ടാ ഒരു കാര്യം ഞാൻ പറയാട്ടാ. നമുക്ക് ഒരു മത്സരം വെച്ചാലോ? ഹലോ നമുക്ക് ഇവിടെ ഒരു മത്സരം വെച്ചാലോ? വെക്കാ? ആയിക്കോട്ടെ. ഈ വലതുവശത്തുള്ളവർ ഒരു ഗ്രൂപ്പ് കേട്ടാ, ഇടതുവശത്തുള്ള പിള്ളേർ വേറെ ഗ്രൂപ്പ് കേട്ടാ. റെഡി? ഏറ്റവും ഉറക്കെ കോറസ് പാടുന്നവർക്ക് നമ്മുടെ ഇവിടുത്തെ കണ്ട ചുള്ളമാർ നിൽക്കണൊക്കെ സാറന്മാർ ഇവരെ വക സമ്മാനം ഉണ്ട് കേട്ടോ. നാളെ തരും കേട്ടാ. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ആരാദ്യം?
നിങ്ങൾ മിണ്ടാണ്ടിക്ക് അവർ പാടട്ടെ ആദ്യം. റെഡിയേ? ഒന്ന് കൂടുന്നേ, ഒറ്റ പ്രാവശ്യം കൂടുന്നേ, ഒറ്റ പ്രാവശ്യം പാടിക്കോട്ടാ, പാടിക്കോ. കൂടുന്നോ? ഓ തിത്തിത്തേ. ഒരു കയ്യടി കൊടുത്തേ, ഒറ്റ കയ്യടി കൊടുത്തേ. ഇനി ഇവരാണ് കേട്ടാ, ഇടതുവശത്തുള്ളവരാണ് കേട്ടാ. റെഡി? ഓ തിത്തിത്തേ. ആ കയ്യടി തിരിച്ചു കൊടുക്ക്. നമുക്ക് ഒരുമിച്ച് പോയാലോ? പോവാ. റെഡി? 1 2 1 2 3 4. പ്രിയപ്പെട്ടവരെ, ഇനി പതി ഫോക്ക് അക്കാദമി ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് 63 കാളികളിൽ ഉഗ്രസ്വരൂപിണിയായ കരിങ്കാളി എന്നൊരു കലാരൂപത്തെയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ, മധ്യ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും, ഞങ്ങളുടെ പതികളിൽ നിന്നും വീട്ടിലുള്ള കുഞ്ഞനും കുട്ടികൾക്കും ദീനവും ദോഷവും വരരുതേ എന്ന് പ്രാർത്ഥിച്ച് അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും വഴിപാടായി നേരുന്ന ഏറ്റവും വലിയ ഒരു അനുഷ്ഠാന കലാരൂപം ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയല്ല, പരിചയപ്പെടുത്തുകയാണ്. 63 കാളികളിൽ ഉഗ്രസ്വരൂപിണി കരിങ്കാളി. ഇത് വളരെ കൃത്യമായി വെളിച്ചത്തിൽ കാണേണ്ട കലാരൂപമാണ്. നമ്മുടെ ഏറ്റവും നല്ല ലൈറ്റ് സംവിധാനം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് വാള് വീശും, അതൊന്നും ശ്രദ്ധിക്കണം. മേത്ത് തൊടാതെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ വരിക്കുന്ന ആൾക്കാരൊന്നും നമ്മളെ വെറുതെ വിടൂല. നാടൻ പാട്ടിൻ്റെ പുലികളാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. മണ്ണിലോ വിണ്ണിലോ ഭൂമി പ്രപഞ്ചത്തിലോ വന്നോ പിറന്നുള്ള ചെറുമകനേ. മണ്ണിലോ വിണ്ണിലോ ഭൂമി പ്രപഞ്ചത്തിലോ വന്നോ പിറന്നുള്ള ചെറുമകനേ. പിറന്നപ്പോ അമ്മയുടെ വിളിയും കേട്ടേ, കണ്ണ് തുറന്നപ്പോ വെളിച്ചം കണ്ടേ. മണ്ണിലോ വിണ്ണിലോ ഭൂമി
മേലെ ഇടിവെട്ടി മഴയും പെയ്തേ മണ്ണിലോ മണ്ണ് നനഞ്ഞപ്പോ മണ്ണിലെ പുല്ലും പൂമാരോ വീണു മുള പൊട്ടി ഇല വിരിഞ്ഞേ മണ്ണിലോ വിണ്ണിലോ ഭൂമി പ്രപഞ്ചത്തിലോ വന്നോ പിറന്നുള്ള ചെറുമകനേ വന്നോ പിറന്നുള്ള ചെറുമകനേ വന്നോ പിറന്നുള്ള ചെറുമകനേ മണ്ണും കല്ലും കരിങ്കലിലല്ലേ അമ്മ കുടിയിരുന്നേ ആ അമ്മക്കരിന്തിരും വെക്കാൻ ആർക്ക് തിരുവരമേ മണ്ണും കല്ലും കരിങ്കലിലല്ലേ അമ്മ കുടിയിരുന്നേ ആ അമ്മക്കരിന്തിരും വെക്കാൻ ആർക്ക് തിരുവരമേ മണ്ണും കല്ലും കരിങ്കലിലല്ലേ അമ്മ കുടിയിരുന്നേ ആ അമ്മക്കരിന്തിരും വെക്കാൻ ആർക്ക് തിരുവരമേ മണ്ണും കല്ലും കരിങ്കലിലല്ലേ അമ്മ കുടിയിരുന്നേ ആ അമ്മക്കരന്തിരും വെക്കണ പാക്കന്തിരു മകനേ ആ അമ്മക്കരന്തിരും വെക്കണ പാക്കന്തിരു മകനേ മണ്ണ് കല്ലും കരിങ്കളിലല്ലേ അമ്മ കുടിയിരുന്നേ മണ്ണ് കല്ലും കരിങ്കളിലല്ലേ അമ്മ കുടിയിരുന്നേ ആ അമ്മക്കരന്തിരും വെക്കാൻ ആർക്ക് തിരുവരമേ മണ്ണ് കല്ലും കരിങ്കളിലല്ലേ ആ അമ്മക്കരന്തിരും വെക്കാൻ ആർക്ക് തിരുവരമേ ചണ്ടക്കൊട്ടിന്റെ താളത്തിൽ തുള്ളണ പാക്കം തിരുമകരേ ചണ്ട കൊട്ടൊന്നും നിർത്തല പാക്കന്റെ കോപവും തീരണില്ല മണ്ണുകല്ല് കരിങ്കലിലല്ലേ ആമകരന്തി വെക്കാൻ ആർക്കത്തിൽ വരമേ ചണ്ടക്കൊട്ടിന്റെ താളത്തിൽ തുള്ളണ പാക്കം തിരുമകരേ ചണ്ട കൊട്ടൊന്നും നിർത്തല പാക്കന്റെ കോപവും തീരണില്ല മണ്ണുകല്ല് കരിങ്കലിലല്ലേ തല താള 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 താളാലേ പുല പുലല 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 പുലാലേ തല താള തല താള 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 താളാലേ പുല പുലല 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 പുലാലേ തല താള 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 താളാലേ ആ അമ്മയുടെ കരുതിരി കുട്ടണ ആക്കന്തിരു മകനേ ആ അമ്മ കരുതിരി വെക്കണ പാക്കന്തിരു മകനേ മണ്ണു കല്ലും കരിങ്കലിലല്ലേ അമ്മ കുടിയിരുന്നേ ആ അമ്മ കരുതിരി വെക്കാൻ പാക്കന്തിരു മകനേ മണ്ണു കല്ലും കരിങ്കലിലല്ലേ അമ്മ കുടിയിരുന്നേ ആ അമ്മ കരുതിരി വെക്കാൻ പാക്കന്തിരു മകനേ തല 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 തലാലേ പുല പുലല 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 പുലാലേ തല 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 തലാലേ പുലല 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 പുലാലേ തല 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 തലാലേ പുല പുലല 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 പുലാലേ തല 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 തലാലേ പുലല 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 പുലാലേ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ 63 കാളികളിൽ ഉഗ്രസ്വരൂപിണിയെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കലാകാരന്മാർക്ക് കൈപ്പൊക്കൊരു കയ്യടി കൊടുത്ത്. ഇത് ശരിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കെട്ടിയാടി കളം മറിച്ച് കെട്ടിയാടി അമ്പലത്തിൽ ചെന്ന് ചാത്തൻ കോഴിയുടെ കഴുത്ത് കടിച്ചു മുറിച്ച് ചോര കുടിച്ചാണ് ഇത് കലിയടക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ ഐതിഹ്യം. നമ്മളെ കാരണന്മാർ അങ്ങനെയാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നമ്മൾ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കലാരൂപം ഒരിക്കലും ഞങ്ങൾ അവതരണമല്ലാട്ടത്, പരിചയപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറേ നേരമില്ലേ തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുപ്പിക്കണ്. ഒന്ന് മാറ്റി പിടിച്ചാലോ? കാസർഗോഡ് ജില്ല വരെ ഒന്ന് പോവാ. ആരാ കാസർഗോഡിലുണ്ട് പറഞ്ഞേ? ആ വരാ, തിരുവനന്തപുരത്തേക്ക് വരാ, വരാ 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 അവിടെ ഇരിക്കും, അവിടെ വരാ 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 പ്ലീസ്. നല്ല ദൂരമുണ്ട് അവിടെ നിന്നിട്ട്, നല്ല ദൂരം. അപ്പം എന്തായാലും കാസർഗോഡ് ജില്ല വരെ ഒന്ന് പോവുകയാണ്. കാസർഗോഡ് ജില്ലയിലെ മാവില സമുദായത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്.
ആ പാട്ടുമായി ഞങ്ങൾ വരികയാണ്. നിങ്ങൾക്കേറെ പരിചിതമാർന്ന, നിങ്ങൾക്കേറെ ഇഷ്ടമുള്ള, നിങ്ങളെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ആ പാട്ട് ഏതാവും ഒന്ന് പറഞ്ഞു പറയ്. കാക്ക കൂടെ എവിടെ എന്നാണ്? ഒരു നല്ല കൈയടി കൊടുക്ക്. കാരണം സാധാരണ നാടൻ പാട്ടിൽ കീബോർഡും ഉണ്ടാവില്ല, ഇംഗ്ലീഷും ഉണ്ടാവില്ല. ഒരു മിനിറ്റ് സുഹൃത്തെ, നമ്മൾ അറിയണ ആൾക്കാരാ. നിങ്ങളെന്നെ ഇങ്ങനെ ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കോലും വേടി വെച്ച് ശരിയാവുമോ? നമ്മളിതൊന്നും അവതരിപ്പിച്ചൊന്നും എല്ലാ ബൈപ്പാസ് കൂടെ തൃശ്ശൂർക്ക് പൊക്കോട്ടെ. ശരി, അപ്പോൾ ആ പാട്ട് കേൾക്കണ്ട, കഷ്ണം മുറിഞ്ഞു പോയില്ല. ഇപ്പം എന്തായാലും വേണ്ടില്ല, ആ പാട്ട് പോയി ഞങ്ങൾ വരികയാണ്. എള്ളുള്ളേരി എള്ളുള്ളേരി മാടി നങ്കേരി താനെ തന്നാനെ താനിന്നാനെ തനെ താനെ തന്നാനെ താനിന്നാനെ താനെ തന്നാനെ താനിന്നാനെ തനെ താനെ തന്നാനെ താനിന്നാനെ താനെ തന്നാനെ താനിന്നാനെ തനെ താനെ തന്നാനെ താനിന്നാനെ താനെ തന്നാനെ താനിന്നാനെ തനെ താനെ തന്നാനെ താനിന്നാനെ
दुमदगया माडनगरे माडनगरे ते काट कुमरनगरे माडनगरे ते काट कुमरनगरे कुमरनगरे ते काट माडनगरे तने तारे तारे तारा तारे तने तारे तारे तारा तारे 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 तारा तारे तने तारे तारे तारा तारे 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 तारा तारे तने तारे तारे तारा तारे 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 तारा तारे तने तारे तारे तारा तारे ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഈ പരിപാടിയിൽ പ്രസീതയെ നാടൻപാട്ട് പാടാൻ വിളിക്കുമ്പോൾ കുറേ ആളുകൾക്ക് കുറേ പ്രതീക്ഷ ഉണ്ടാവും. പ്രസീത നാടൻപാട്ട് കണ്ട ആളുകൾക്ക്, സ്ഥിരം നാടൻപാട്ടിൻ്റെ ശൈലി രീതി കാണുന്ന ആളുകൾക്കൊരു സ്റ്റൈല്, കീബോർഡ് ഉണ്ടാവില്ല, റിതം. ഇതുപോലെ ഞങ്ങൾ റിതം പേടും കീബോർഡൊക്കെ പ്രസീതയുടെ പഠിപ്പിൻ്റെ ഭാഗമാണത്. അതായത് പ്രസീത ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തര കേരളത്തിലെ പുലയരുടെ നാട്ടുസംഗീതത്തിലാണ്. അതിൻ്റെ ആധുനികമായ പാശ്ചാത്യ ഉപകരണങ്ങൾ എങ്ങനെ ഈ നാടൻ കലാരൂപങ്ങളിലും നാടൻ പ്രവർത്തനങ്ങളിലും അവലംബിക്കുക എന്നൊരു ഉദ്ദേശ്യം എങ്ങനെ നടത്താമെന്നുള്ള ഇതിലാണ്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. കാരണം ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഇപ്പം എന്തായാലും പുത്തമ്പറമ്പോടെ 18 കുന്നേറി കല്ലെട്ടും അതിലരികെ എൻ്റെ ഉണ്ണി ഒരു ചാച്ചൻ കുഞ്ഞാള കല്ലെട്ടാൻ പോയിട്ടുണ്ടേ. ഇതൊക്കെ ഒറിജിനൽ നാടൻ പാട്ടുകളാണ്. ഇതൊക്കെ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഒറിജിനലാണ്. കാരണം എനിക്ക് ശ്രുതിയും താളം ബോധമൊന്നുമില്ലാത്ത ആളാണ്. ബോധമുണ്ട് കുറച്ച്, അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പം ഇങ്ങനത്തെ നാടൻ പാട്ടുകൾ ഒറിജിനൽ നാടൻ പാട്ടുകൾ. പുത്തം പറമ്പോടെ 18 കുന്നേറി കല്ലെട്ടും അതിലരികെ എൻ്റെ ഉണ്ണി ഒരു ചാച്ചൻ കുഞ്ഞാളെ കല്ലെട്ടാൻ പോയിട്ടുണ്ടേ. പുത്തം പറമ്പോടെ 18 കുന്നേറി കല്ലെട്ടും അതിലരികെ എന്നുണ്ണി ഒരു ചാച്ചൻ കുഞ്ഞാളെ കല്ലെട്ടാൻ പോയിട്ടുണ്ട്. കല്ലുവെട്ടി മടങ്ങി വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. മാറിയിലേക്കൊരു മാർത്താൻ ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. പുത്തം പറമ്പോടെ 18 കുന്നേറി കല്ലെട്ടും അതിലരികെ എന്നുണ്ണി ഒരു ചാച്ചൻ കുഞ്ഞാളെ കല്ലെട്ടാൻ പോയിട്ടുണ്ട്. കല്ലുവെട്ടി മടങ്ങി വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കാലിലേക്കൊരു കാത്തോളം ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. പുത്തം പറമ്പോടെ 18 കുന്നേറി കല്ലെട്ടും അതിലരികെ എന്നുണ്ണി ഒരു ചാച്ചൻ കുഞ്ഞാളെ കല്ലെട്ടാൻ പോയിട്ടുണ്ട്. താലാലം 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 താലാലേ പൂലാലം 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 പൂലാലേ. താലാലം 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 താലാലേ പൂലാലം 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 പൂലാലേ. മംഗളായി മടത്തില പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ. മംഗളായി മടത്തില പെണ്ണ് മാമ്പഴ കുഞ്ഞോതാ. മംഗളായി മടത്തില പെണ്ണ് മാമ്പഴ കുഞ്ഞോരേ. മംഗളായി മടത്തില പെണ്ണ് മാമ്പഴ കുഞ്ഞോതാ. മാമ്പഴ കുഞ്ഞോതേ. മംഗളായി മടത്തില പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ. മംഗളായി മടത്തില പെണ്ണ് മാമ്പഴ കുഞ്ഞോതാ. ഇത് കാളിദാസ്, ഞങ്ങളുടെ എൻ്റെയും പ്രസീതയുടെയും മോനാണ്. എന്താണ് പ്രസീതയുടെ ആ ഒരു കഴിവൊന്നും അല്ല, കഴിവുണ്ടെന്നല്ല, ആ ഒരു സംഭവം ഒന്നും മൂപ്പരാൾക്ക് കിട്ടിയിട്ടില്ല. മൂപ്പരാൾ പഠിപ്പിസ്റ്റാണ്. അതുപോലെ ഡ്രമ്മിസ്റ്റാണ്. ഡ്രമ്മൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മരം കൊട്ടും ചെണ്ട കൊട്ടും ഇതൊക്കെ കൊട്ടും. പാട്ടിൽ വലിയ ഇപ്പം എന്നോട് വന്നു പറഞ്ഞു, അച്ഛാ
അച്ഛൻ മെങ്കളായി പാടുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കയറി പാടുന്നു. ഒരു കയ്യടി കൊടുത്ത് അടുത്ത കൊല്ലം വരുമ്പോൾ നന്നായി പാടിച്ചു. തെറ്റിച്ചില്ലടാ നീ. എന്നാൽ അവനെ കൊണ്ടൊരു പാട്ടാണ്ട് പാടിപ്പിച്ചാലെന്നാ ചെറുതായിട്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നേരെ പാടി പഠിക്കും ഞാൻ പഠിക്കുന്നത്. ഏലേലോ 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 അടയ്ക്കാൻ ചൂടാട തുടരി പോകണത് അടയ്ക്കാൻ ചോടാണ്ട തൊക്കാനി ചോടേറി പോകണത് ഏലേലോ 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 വെറ്റില ചോടാണ്ട ചെക്കാനി ചോടേറി പോകണത് ഏലേലോ 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 ആർപ്പോയ് റോ 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 എന്തായാലും താങ്ക് യു. ക്ഷമിക്കുക. നല്ലൊരു കയ്യടി കൊടുത്താൽ വളരെ സന്തോഷം. പ്രിയപ്പെട്ടവർ, ഇനി ഞങ്ങൾ പതിഫോക്ക് അക്കാദമി ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു കലാരൂപം തന്നെയാണ്. കാരണം 3 ദിവസം നീണ്ടു നിൽക്കുന്ന മലവായട്ടം എന്ന ഏറ്റവും വലിയ ഒരു അനുഷ്ഠാന കലാരൂപത്തിലെ മാണി എന്ന ഒരു കഥാപാത്രത്തെയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇതൊരു ഹാസ്യ കഥാപാത്രമാണ്. ഈ കലാരൂപം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വളരെയധികം ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കലാരൂപമാണ്. ഈ കലാകാരൻ ഒരു വെള്ള പുതിയ തോർത്തുമുണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈവിരലുകളിൽ ഉണ്ടാക്കുന്ന കലാരൂപങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ ആ കലാകാരനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമോ? കാരണം ചില കാര്യങ്ങൾ ചിലർക്കേ ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു ഉദാത്തമായ ഒരു സംവിധാനമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മാണി എന്ന ഈ കലാരൂപം 3 ദിവസം നീണ്ടു നിൽക്കുന്ന മലവായട്ടം എന്ന ഈ കലാരൂപത്തിലെ മാണി. താനിന താനിന്നും താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനം താനേ താനിന താനിന്നാനേ താനിന താനിന്നും താനേ താനിന താനിന്നാനേ താനിന താനിന്നും താനോ താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനം താനേ താനിന താനിന്നാനേ താനിന താനിന്നും താനേ താനിന താനിന്നാനേ താനിന താനിന്നും താനോ താനേ താനിന താനിന്നാനേ മലയിൽ വാഴുന്ന മലവാരത്തമ്മേ എങ്കള കാത്തിടണേ മലയിൽ വാഴുന്ന മലവാരത്തമ്മേ എങ്കള കാത്തിടണേ താനിന താനിന്നും താനേ താനിന താനിന്നാനേ താനിന താനിന്നും താനോ താനേ താനിന താനിന്നാനേ മലയിൽ വാഴുന്ന മലവാരത്തമ്മേ എങ്കള കാത്തിടണേ മലയിൽ വാഴുന്ന മലവാരത്തമ്മേ എങ്കള കാത്തിടണേ താനിന താനിന്നും താനേ താനിന താനിന്നാനേ
മുത്തുമുസ്ലിയാരെ മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോൾ സുന്ദരിയായൊരു മൊഞ്ചത്തി പെണ്ണിതാ വഞ്ചിയും കൊണ്ടെങ്ങ് ഇക്കരക്കേ മുത്തുമുസ്ലിയാരെ മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോൾ സുന്ദരിയായൊരു മൊഞ്ചത്തി പെണ്ണിതാ വഞ്ചിയും കൊണ്ടെങ്ങ് ഇക്കരക്കേ എന്തിന പൂങ്കരളെ നീ എന്നോട് വയ്യപ്പം കാട്ടാനാതെ തെറ്റുകൾ എന്തേലും ചെയ്തോ ഞാനേ കുറ്റം പറഞ്ഞോടേ പഞ്ചവർണ്ണ കിളിയേ നിന്നെ വഞ്ചിക്കുന്നോനല്ല ഞാനേ വഞ്ചിക്ക് നാട്ടിലെ കൂട്ടരുമായുള്ള കൊഞ്ചിക്കളിയതു മാറ്റണേ പഞ്ചതല കട്ടി തേനും തന്നാലും നെഞ്ചകത്തുണ്ടൊരു വേദന കട്ടിമ കമ്പിളി വാവിരിച്ചു ഞാൻ 8 ദിവസമായി കാക്കണേ പാതിരി നാടേ പാതിരി നാടേ പാതിരി നാടാണേ പാതിരി നാട്ടിലേക്ക് ആദ്യമായി ഇതാ ആനയെ വാങ്ങിയിടുന്നേ പാതിരി നാടേ പാതിരി നാടേ പാതിരി നാടാണേ പാതിരി നാട്ടിലേക്ക് ആദ്യമായി ഇതാ ആനയെ വാങ്ങിയിടുന്നേ താനേ തന്നെ താനിന്നാനേ തന്നെ താനേ തന്നെ താനിന്നാനേ താനേ തന്നെ താനിന്നാനേ തന്നെ താനേ തന്നെ താനിന്നാനേ യാമാല ഭൂമാല കേറി പെണ്ണ് നല്ല ഭൂപറുത്തേ യാമാല ഭൂമാല കേറി പെണ്ണ് നല്ല ഭൂപറുത്തേ താനേ തന്നെ താനിന്നാനേ തന്നെ താനേ തന്നെ താനിന്നാനേ താനേ തന്നെ താനിന്നാനേ തന്നെ താനേ തന്നെ താനിന്നാനേ താനേ തന്നെ താനിന്നാനേ തന്നെ താനേ തന്നെ താനിന്നാനേ നല്ല നല്ല ഭൂപറുത്തേ പെണ്ണെ നല്ല നല്ല ബാലാകോതേ നല്ല നല്ല ഭൂപറുത്തേ പെണ്ണെ നല്ല നല്ല ബാലാകോതേ താനേ തന്നെ താനിന്നാനേ തന്നെ താനേ തന്നെ താനിന്നാനേ താനിന്നാനേ തന്നെ താനേ തന്നെ താനിന്നാനേ
ഒരു പ്രാവശ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ മുഖത്ത് നിന്ന് ഞാനത് വായിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. എന്നാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കലാകാരനൊരു നല്ല കയ്യടി കൊടുത്തു. ഇത് ഈ ഒരു കലാകാരൻ ശരിക്കും പച്ചത്തെറിയിലാണ് ഇതിൻ്റെ അവതരണം. പച്ചത്തെറിയിലാണ് ഇതിൻ്റെ അവതരണം. തെറി തന്നെ പറയാം. നിങ്ങൾ ഞങ്ങളൊക്കെ കണ്ട്, ഞങ്ങൾ ചെറുപ്പം മുതൽ ഇപ്പോൾ കണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. പച്ച തെറി പറഞ്ഞ കൊടുങ്ങല്ലൂർ ഭരണിനേറ്റവും വലിയ തെറിയാണ് ഇതിൻ്റെ അവതരണ ശൈലി. ഇപ്പം ഞങ്ങളുടെ പതികളിലൊക്കെ പെൺകുട്ടികളൊക്കെ വലുതായപ്പോൾ കാരണന്മാർ പറഞ്ഞു സമൂഹത്തിന് നിരക്കണ ഭാഷ ഉപയോഗിക്കാമെന്ന്. ഇപ്പോൾ കുറച്ചൊന്നുകൊണ്ട് ഒതുക്കിയിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് നാടകത്തിൽ വിദൂഷകൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നാണ് ഞങ്ങളെ പഠിതാക്കൾ, ഞങ്ങളെ അധ്യാപക ശ്രേഷ്ഠന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മിത്ത് എന്നുള്ളത്. ഞാൻ ഈ കലാകാരനെ നിങ്ങൾക്കൊന്ന് മുന്നിൽ പരിചയപ്പെടുത്തട്ടെ, ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാൻ വേണമെങ്കിൽ ഒരു കയ്യടി. അതാണ് ഞാൻ ചോദിച്ചു പഠിക്കുന്നത്. മുത്തപ്പോ ഒരാളെ ഇത് കൂടുതൽ എവിടെ ഉണ്ടാവുക വെച്ചാൽ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക. പെണ്ണുങ്ങളാണ് മൂപ്പറാളുടെ ആള്. മുത്തപ്പോ ആ വാ വാ വാ. അതെ, ഇവർക്കൊന്ന് പരിചയപ്പെടണമെന്ന്, ഇവർക്കേ ഒന്ന് പരിചയപ്പെടണമെന്ന്. ആ കുഴപ്പമില്ല, തിരുവനന്തപുരക്കാരല്ലേ, സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചെന്താ പറയാ, ഞെക്കിക്കൊല്ലും. വാ വാ വാ. ഇപ്പം എന്തായാലും ഇവർക്കൊന്ന് പരിചയപ്പെടണം. 2 വരി മുത്തപ്പൻ്റെ 2 വരി എന്തിനടി, ഏതെങ്കിലും ഒരു 2 വരി ഇവർക്കൊന്ന്. എന്തിനാടി പൂങ്കൊടിയേ കാറിനി കരയണതേ, ഇപ്പ വരും പൊന്നും പൊടിയേ. മതിയില്ലേ? മതിയാ? ആ പോരാ, ഒരു 4 വരി. മുല്ലമുട്ടും കാതിലേക്കും കല്ലുവച്ച മൂക്കുത്തിയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും പൊടിയേ. ആ കള്ളുമൊന്തി 4 അണയ്ക്ക് ചക്കരയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും പൊടിയേ. ആ അപ്പോൾ ഞാൻ ഈ കലാകാരനെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് താമസിക്കുന്ന രവീന്ദ്രൻ മണി എന്ന് ഞങ്ങൾ വിളിക്കും. കഴിഞ്ഞ വർഷത്തെ കലാഭവൻ മണിച്ചേട്ടൻ പുരസ്കാരം ഏറ്റുവാങ്ങിയ കലാകാരനാണ്. നല്ലൊരു കയ്യടി. ഇനിയിപ്പോൾ അവിടെ ചില ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എന്നെ നോക്കിയിട്ട് ഈ വയറതും വർത്താനം പറഞ്ഞ് വല്ലാണ്ട് വേർപ്പിക്കേണ്ടി അല്ലേ. ഞാനാണ്ട് പോകും, എൻ്റെ പണി കഴിഞ്ഞു. എങ്ങനെമാർ നമ്മൾ പോവാണ്. ഞാൻ കയറി വരികയാണ്. ഒന്ന് ലാലേട്ടൻ്റെ ഫാൻസ് കയ്യടിച്ചേ. ലാലേട്ടന് ഒരു കയ്യടി, മമ്മൂക്കയ്ക്ക് വേറൊരു കയ്യടി തന്നേ, മമ്മൂക്കയ്ക്ക് ഒരു കയ്യടി തന്നേ. അതെന്താ ഇത്തിരി കുറഞ്ഞു പോയില്ല? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ലാലേട്ടൻ വേണം, മമ്മൂക്ക വേണം. നാടൻപാട്ടിൻ്റെ രാജകുമാരൻ, ചാലക്കുടിയുടെ കറുത്ത മുത്ത്, മണിച്ചേട്ടനെ ഇഷ്ടമുള്ള ഒരു കൈ പൊക്കിയിട്ടൊരു കയ്യടി തന്നെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ വന്നപ്പോൾ തുടങ്ങിയ ഒരാളെ നോട്ട് ചെയ്യണ്ടട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ തന്നെ വാടേ, ഭാര്യനെ നോക്കണ്ട, അങ്ങോട്ട് വാ. പ്രസിദ്ധ മോളല്ലേ വിളിക്കണം, അങ്ങോട്ട് വാ. ഒരു കയ്യടി കൊടുത്തേ, ഈ കുട്ടിക്ക് ഒരു കയ്യടി കൊടുത്തേ. വളരെ ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്താ പേര്? അമീർ. അമീർക്ക ആ മുതലിനെ കല്യാണമായിട്ട് എത്ര നാളെ? 10 വർഷമൊക്കെ ആയാ? കൊള്ളാട്ടാ, കാണാൻ കൊള്ളാം. അതിനേക്കാളും ഭംഗി തന്നെയല്ലേ കാണാനായിട്ട്. അമീർക്കാക്ക് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. അമീർക്ക ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ പാടുന്നതിനനുസരിച്ച് നന്നായി ഒന്ന് അഭിനയിച്ച് തരണം. എന്തെങ്കിലും കാട്ടിയാൽ മതി, കൈയെടുത്ത് ഇങ്ങനെയൊക്കെ കാട്ടിയാൽ മതി കേട്ടാ. റെഡി? നമുക്ക് തുടങ്ങിയാലോ? കുറച്ചാണ്ട് നീങ്ങുന്നേ, തുടങ്ങിക്കോട്ടാ. അമീർക്കാട് അഭിനയം നന്നായാൽ നിങ്ങൾ നല്ല കയ്യടി കൊടുക്കണം കേട്ടാ. നന്നായാൽ മാത്രം ഇത് കഴിഞ്ഞിട്ട് തുടങ്ങിക്കോ. എന്നോടെന്തേ മിണ്ടാത്തേ, എന്നെ എന്ത് കാണാത്തേ, എന്നെ മറന്നോ ഇക്ക, എൻ്റെ അമീർക്ക, എന്നെ വെറുത്തോ ഇക്ക.
അഭിനയം നന്നായ കൈയ്യടി കൊടുക്കുക, പിശുക്ക് കാണിക്കില്ലേ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എല്ലാവരും പറഞ്ഞ അഭിനയം ഇടുക്കിന്ന്. പ്രസീത മോളെ നോക്കിയിട്ട് ഈ 4 വരികൾക്ക് ഒരു മറുപടി പറഞ്ഞ്. മറന്നില്ല. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കണം അല്ലേ? നിങ്ങൾ എന്നിട്ട് ആഗ്രഹിക്കണേ? ഞാൻ ആഗ്രഹിക്കുന്നത് പറയാം. പ്രസീതയെ മോളെ ഐ ലവ് യു എന്നോ ഇഷ്ടപ്പെട്ടു എന്നോ എന്ത് വേണേലും പറയുവേം പറ. ഉള്ളിലുള്ള സ്നേഹം അങ്ങോട്ട് പോരട്ടെ, പറയും. അങ്ങോട്ട് ഒരു മിനിറ്റ് ഇത് അങ്ങോട്ട് നോക്കരുത് കേട്ടാ, അങ്ങോട്ട് നോക്കേ ചെയ്യരുത്. ഞാൻ പറഞ്ഞ ഉള്ളിൽ ഐ ലവ് യു പറയും, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പറയും. ആ പോരട്ടെ. നിന്നെ മറന്നില്ല മോളെ. ചിരിക്കണ്ട കേട്ടാ. അതാ മുതൽ അവിടെ ഇരുന്നിട്ട് എന്നോടൊരു മറുപടി പറയണ്ടല്ലോ. ആ മറുപടി ചിലപ്പോൾ ഇങ്ങനെയാവും. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കയ്യിലിട്ടളക്കണ പ്രസീതേ, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ആ കല്ലത്തിൽ വേവൂല. താങ്ക് യു വെരി മച്ച്. നമ്മുടെ പരിപാടിയുടെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനമാണ്. താങ്ക് യു കേട്ടാ. ഇത്തരത്തിൽ ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും നമ്മളൊരു മാപ്പിളപ്പാട്ടിലേക്ക് പോവാണ്. കാരണം അമീർക്കയാണ് സ്റ്റേജിലേക്ക് കയറി വന്നേക്കണം അല്ലേ? ഹൃദയം തല്ലി തകർത്തിട്ടാണ് പോക്ക്. അപ്പോൾ അമീർക്കും ഫാമിലിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷനോട് കൂടി നമ്മൾ പോവാണ്. ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ചൊകയുള്ള ഒരു പാട്ടിലേക്കാണ് കേട്ടാ. കിട്ടിയാ? തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാടെ കൊമ്പൻ മീശ റബ്ബെ കണ്ട് പേടിച്ച് മൂപ്പര് ബീഡര് പാത്തും മാമ പത്തുമമ്മ പാത്തും മാമ. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാടെ കൊമ്പൻ മീശ റബ്ബെ കണ്ട് പേടിച്ച് ബീഡര് പാത്തും മാമ. താളത്തിൽ കൈയടിക്കും. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാടെ കൊമ്പൻ മീശ റബ്ബെ കണ്ട് പേടിച്ച് ബീഡര് പാത്തും മാമ പത്തുമമ്മ പാത്തും മാമ. തോട്ടക്കാട്ടിലെ താളത്തിൽ കൈയടിച്ചുകൂടെ. മീശ റബ്ബെ കണ്ട് പേടിച്ച് ബീഡര് പാത്തും മാമ പത്തുമമ്മ പാത്തും മാമ. അന്ന് തൊട്ട് അവൾക്കൊരു ചൈത്താന്റെ കിലുക്കം, അന്ന് തൊട്ട് അവൾക്കൊരു ചൈത്താന്റെ കിലുക്കം. മരുന്നൊന്നും കൊടുത്തിട്ട് മാറാത്തൊരിളക്കം, പല്ലിളിച്ച് കാണിച്ച് മലന്നൊരു കിടക്കം. അന്ന് തൊട്ട് അവൾക്കൊരു ചൈത്താന്റെ ഇളക്കം, മരുന്നൊന്നും കൊടുത്തിട്ട് മാറാത്തൊരിളക്കം, പല്ലിളിച്ച് കാണിച്ച് മലന്നൊരു കിടക്കം. പുലിവാലായി റബ്ബെ പൊല്ലാപ്പീലായി മമ്മദ് കുഴപ്പത്തിലായി. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാടെ കൊമ്പൻ മീശ റബ്ബെ കണ്ട് പേടിച്ച് ബീഡര് പാത്തും മാമ പത്തുമമ്മ പാത്തും മാമ പാത്തും മാമ പത്തുമമ്മ പാത്തും മാമ. ഇനി നമ്മൾ പതുക്കെ തുഞ്ചമ്പറമ്പിലേക്ക് പോവാണ് കേട്ടാ. എല്ലാ ജില്ലയിലും എത്തി തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് എത്തി, തിരുവനന്തപുരത്ത് എത്തി. ഇനി നേരെ പോവാണ് തുഞ്ചമ്പറമ്പിലേക്ക്, തിരൂര് മലപ്പുറത്തേക്ക് പോവാണ്. അവിടെ നിന്ന് ഒരു പഞ്ചവർണ്ണക്കിളി ഇങ്ങനെ പറന്ന് വന്ന് ഇവിടെ എത്തി. നിങ്ങളോട് ആ പഞ്ചവർണ്ണക്കിളിക്ക് ഒരു കഥ പറയാനുണ്ട്. ആ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. കേട്ടാ. കൊടുന്നോ? പോവാ, ഒന്ന് കൊടുന്നോ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി വന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ആ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി വന്നേ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി വന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ആ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു
പെണ്ണിനെ കണ്ടേ പെണ്ണെ പെണ്ണെ കൊച്ചി കണ്ട് കോട്ട കണ്ടേ മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കുറച്ചുകൂടി സ്പീഡാവട്ടാ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ഈ സൈഡിലെ കുട്ടികളും ഓക്കെയാണ് കേട്ടാ എന്തുട്ടി ഇരിപ്പിരിക്കണേ ഒന്ന് നോക്കി ഒറ്റ പ്രാവശ്യം അങ്ങോട്ട് നോക്കി ഒരു കറുത്ത ഷോള് ഒരു വെളുത്ത ഷോള് സെറ്റുമുണ്ട് എന്തിനു നിങ്ങളിങ്ങനെ മസിൽ പിടിക്കണേ സർവ്വ ടെൻഷനും മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ഒരു അർമാദിക്കില്ല നടക്കുന്നത് ആ 3 പേര് മാത്രം ഒരു കയ്യടി തന്നെ ആ കുട്ടികൾ മാത്രം അവർക്ക് വേണ്ടി ഒറ്റ പ്രാവശ്യം സ്പീഡിൽ പോയാലോ റെഡി 1 2 1 2 3 4 കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ താങ്ക് യു പ്രസീതയ്ക്ക് 1 2 3 ഇല്ലാണ്ട് നടക്കില്ലോണ്ട് അല്ലേ 1 2 3 എപ്പോഴും വേണം പ്രസീതയ്ക്ക്. അപ്പം എന്തായാലും തെക്കൻ കേരളത്തിലെ ഒരു കൃഷിപ്പാട്ടുമായി ഞങ്ങൾ വരികയാണ്. ഈ കൃഷിപ്പാട്ട് നമുക്കറിയാം എന്നും നമ്മുടെ മനസ്സിൽ ഓരോ കൃഷിയുടെയും ആ രീതികൾ നമ്മൾ മനസ്സിൽ ഓടിയെത്തുന്ന ആ പാട്ടാണ്. ആ പാട്ട് കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യും അവർ നേരത്തെ ഒന്നും കേട്ടില്ല അനൗൺസ് ചെയ്യും. അപ്പോൾ തെക്കൻ കേരളത്തിലെ ഒരു കൃഷിപ്പാട്ടുമായി ഞങ്ങൾ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഡെന്നീസേട്ടാ അവളുടെ മൈക്കൊന്ന് ഓഫ് ചെയ്യാൻ പറ്റും? ഇതേ വേറെ നല്ല കുഞ്ചാണ് കുഞ്ച്. നേരത്തെ അവിടെ അമീർക്ക് കയറി വന്നില്ലേ സ്റ്റേജിലേക്ക്, അപ്പൊ എന്തായാലും അതിന്റെ കുഞ്ചാണ് ഇവിടെ തീർത്തോണ്ടിരിക്കുന്നത്. പോവാം കൃഷിപ്പാട്ടിലേക്ക്. തെക്കൻ കേരളത്തിലെ ഒരു കൃഷിപ്പാട്ടുമായി ഞങ്ങൾ വരികയാണ്. സുനിൽ തൊഴിയൂർ. തിന്താരേ തിന്താരേ തക തിന്തക താരാ 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 ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടാൻ വട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ അച്ഛനടിയേറണങ്ങനും കൂട്ടരും അച്ഛനമാരും അങ്ങൊത്തുകൂടി കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടാൻ വട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ അച്ഛനടിയേറണങ്ങനും കൂട്ടരും അച്ഛനമാരും അങ്ങൊത്തുകൂടി തിന്താരേ തിന്താരേ തക തിന്തക താരാ
തിന്താരേ തിന്താരേ തക തിന്തക താര ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ചിത്തിര ചിര ചെറിയ കുറിയ പിന്നിത്തരം പെണ്ണുങ്ങൾ ഒത്തുകൂടി കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടാൻ വട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ ചിത്തിര ചിര ചെറിയ കുറിയ പിന്നിത്തരം പെണ്ണുങ്ങൾ ഒത്തുകൂടി കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടാൻ വട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ തിന്താരേ തിന്താരേ തക തിന്തക താര 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 ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ രാമങ്കരി കുന്നങ്കരി ജനങ്കരി ജാത്തങ്കരി വെട്ടിത്തുരുത്തുന്ന കോഴിമുക്ക് കണ്ടപ്ര കൈതപ്ര ആനപ്ര ജേനപ്ര പട്ടാഴി കോട്ടയം പാണ്ടനാട് രാമങ്കരി കുന്നങ്കരി ജനങ്കരി ജാത്തങ്കരി വെട്ടിത്തുരുത്തുന്ന കോഴിമുക്ക് കണ്ടപ്ര കൈതപ്ര ആനപ്ര ജേനപ്ര പട്ടാഴി കോട്ടയം പാണ്ടനാട് തിന്താരേ തിന്താരേ തക തിന്തക താര 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 ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ കെട്ടുവള്ളത്തിന്റെ കെട്ടഴിച്ചാനന്ദ പൂരി ചെയ്ത കതിന്തകത്തൈ കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടൻ വട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ കെട്ടുവള്ളത്തിന്റെ കെട്ടഴിച്ചാനന്ദ പൂരി ചെയ്ത കതിന്തകത്തൈ കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടൻ വട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ തിന്താരേ തിന്താരേ തക തിന്തക താര 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 ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ എന്തടി കണ്ണിലൊരു മുല്ലപ്പൂവാത്തന കൊല്ലത്ത് നാരായണം വന്നതോഴി നിന്നാണ് പൊന്നരി വാളണ എന്നെ കൊണ്ടില്ല വഴിക്കരുതേ എന്തടി കണ്ണിലൊരു മുല്ലപ്പൂവാത്തന കൊല്ലത്ത് നാരായണം വന്നതോഴി നിന്നാണ് പൊന്നരി വാളണ എന്നെ കൊണ്ടില്ല വഴിക്കരുതേ തിന്താരേ തിന്താരേ തക തിന്തക താര 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 ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ അച്ഛനടിയനങ്ങനെ കൂട്ടരും അച്ഛനമാരും ഒത്തുകൂടി കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ അച്ഛനടിയനങ്ങനെ കൂട്ടരും അച്ഛനമാരും ഒത്തുകൂടി തിന്താരേ തിന്താരേ തക തിന്തക താര 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 ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഉത്തര കേരളത്തിലെ ഒരു പൊട്ടൻ തെയ്യത്തിൻ്റെ മോട്ടിഫ് മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രചാരകർ എന്ന രീതിയിൽ ഉത്തര കേരളത്തിൻ്റെ പൊട്ടൻ തെയ്യത്തിൻ്റെ ഒരു മോട്ടിഫുമായി വരികയാണ് ഹരീഷ് പട്ടാമ്പി. തിരിതീരി ഇതാണ് ഇതിൻ്റെ തുടക്കം. നമുക്കെല്ലാവർക്കും നമ്മുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ആ പാട്ടാണ് ഇതിൻ്റെ തോറ്റം. തിരിതീരി തിരിതീരി വേദപൂലയാ തിരിതീരി തിരിതീരി വേദപൂലയാ തിരിതീരി തിരിതീരി വേദപൂലയാ തിരിയുന്നു ചൊന്നാ തിരിയുമോ
പൂലയാ തിരിരി തിരിരി വേദ പൂലയാ ഞങ്ങള് കുത്തിയാലും ചോരല്ലേ ചോരാ നിങ്ങളെ കുത്തിയാലോ ചോരല്ലേ ചോരാ തിരിരി തിരിരി വേദ പൂലയാ തിരിരി തിരിരി വേദ പൂലയാ കുത്തിയാലും ചോരല്ലേ ചോരേ നിങ്ങളെ കുത്തിയാലും ചോരല്ലേ ചോരാ തിരിരി വേദ പൂലയാ തിരിരി തിരിരി വേദ പൂലയാ പൂലയാ തിരിരി തിരിരി വേദ പൂലയാ പൂലയാ വേദ പൂലയാ വേദ പൂലയാ കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും മണ്ണിലൊക്കെ കാണപ്പെടുന്ന തെയ്യം എന്ന മഹത്തായ കലാരൂപത്തിൻ്റെ ചെറിയൊരു മുടിയുടെ രൂപം മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയെന്ന് മാത്രം.